26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഒരു മാസത്തിനിടെ 65 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്ന് ഉടമകൾ പറയുന്നു. 500-ലധികം ബസ്സുകൾ ഓട്ടം നിർത്തി. ഓടുന്നവയിൽ പകുതിയും മുഴുവൻ ട്രിപ്പും നടത്തുന്നില്ലെന്നും ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള കൂലി കണ്ടെത്താനാകാതെ പല ഉടമകളും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഒക്കെ കുപ്പായമണിഞ്ഞു. ഓടുന്നവയിൽ പകുതിയും മുഴുവൻ ട്രിപ്പും നടത്തുന്നില്ല. നേരത്തെ ദിനം പ്രതി 16,000 രൂപ കിട്ടിയ ബസ്സുകൾക്ക് കിട്ടുന്നത് 10,000-ൽ താഴെ മാത്രമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നെഗറ്റീവ് ബാലൻസിലാണ് ദിവസേനയുള്ള കണക്കുകൾ അവസാനിക്കുന്നത്. പകൽ നേരങ്ങളിൽ ബസ്സുകൾ പലതും ശൂന്യമാണ്. സ്വകാര്യ ബസ്സുകൾ മുന്നിലൂടെ കടന്നുപോയാലും KSRTCക്കായി സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഭൂരിഭാഗം സ്ത്രീകളും. എണ്ണത്തിൽ KSRTCക്കൊപ്പം നിൽക്കുന്ന കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വയനാട്ടിലെയും കോട്ടയത്തെയും അവസ്ഥയും സമാനം. 10 വർഷം മുമ്പ് സംസ്ഥാനത്ത് 12,000 സ്വകാര്യ ബസ്സുകൾ ഉള്ളിടത്ത് ഇപ്പോൾ ഓടുന്നത് 11,936 ബസ്സുകളാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കെങ്കിലും കൂട്ടാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ബസ് ഉടമകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗതാഗത മന്ത്രി CP ജോൺ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു ചർച്ച. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതോടെ സ്വകാര്യ ബസ് സർവീസ് വൻ നഷ്ടത്തിലായെന്ന ബസ് ഉടമകളുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ടിക്കറ്റിന്റെ പണം സർക്കാർ നൽകണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ചർച്ചയിൽ ബസ് ഉടമകൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ജൂലൈ 20 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം നടത്താനിരുന്ന ബസ് ഉടമകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും റിലേ ധർണയും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി മാറ്റിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. ബസ് വ്യവസായം നേരിടുന്ന പ്രയാസങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതിന് 5-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കുള്ളിൽ സമിതിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പ്രിയദർശിനി കാരണം ദുരിതമനുഭവിക്കുന്ന ബസ് ഉടമകളെ സഹായിക്കുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി നൽകിയ ഉറപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം മാറ്റിവെച്ചത്. എന്നാൽ സമിതിയുടെ റിപ്പോർട്ട് വൈകിയാൽ പ്രതിഷേധം കടുപ്പിച്ച് അനിശ്ചിതകാല പണിമുടക്കിലേക്കടക്കം നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. എന്നാൽ സമിതിയുടെ റിപ്പോർട്ട് വൈകിയാൽ പ്രതിഷേധം കടുപ്പിച്ച് അനിശ്ചിതകാല സമരത്തിലേക്കടക്കം നീങ്ങുമെന്ന് ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.